ഹലോ, എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിത്യവും കാണപ്പെടുന്ന കുഞ്ഞൻ പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ്. മറ്റേ സാധാരണ പാവയ്ക്കായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലുപ്പം കുറവാണ്, പിന്നെ കയ്പ്പ് തീരെ കയ്പ്പില്ല. വലിയ പാവയ്ക്ക ആകുമ്പോൾ അതിന് ചെറിയൊരു കയ്പ്പ് എന്താണേലും ഉണ്ട്. ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. ഇത് കാട്ടുപാവയ്ക്ക എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരുപാടെണ്ണം ഒരുമിച്ചുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളവോ മറ്റ് കെയറോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇത് ഈച്ച കുത്തലും ഇതിന് കുറവാണ്. സാധാരണ പാവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതുണ്ടായി വരുമ്പോഴേ കവറിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിഷം അടിച്ചിട്ടില്ലെങ്കിൽ ഈച്ച കുത്തിപ്പോകും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. നമ്മൾ കവറോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാവും, ഒരു ഈച്ച പോലും ഇത് കുത്തുന്നില്ല. പിന്നെ വെച്ചാൽ ഇതിനൊരു പന്തലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നിലത്തോടെ ഇങ്ങനെ പടർന്ന് എല്ലായിടത്തോടെയും കയറും. അതിലും ബെറ്റർ എന്ന് പറയുന്നത് ഒരു പന്തലിട്ട് കൊടുത്താൽ അതിലേക്ക് പൊക്കോളും. പിന്നെ നല്ല കൂളിംഗ് ആണ് കേട്ടോ, നല്ല തണലാണ് നമുക്ക് മുറ്റത്ത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടി മുളച്ച് തന്നെ നിലത്ത് വീഴും, അത് വീണ്ടും ഉണ്ടാകും. ഇതിന് മഴയോ വെയിലോ ഒന്നും ഒരു തടസ്സമല്ല. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കുഞ്ഞു പൂക്കളാണ്. തന്നെയല്ല, ഇതിന് അങ്ങനെ ചില കൃഷികളൊക്കെ ഉണ്ടല്ലോ മഴക്കാലത്തൊന്നും വളരില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിന് മഴയും വെയിലും ഒക്കെ ഒരു പ്രശ്നമില്ല, അപ്പോഴൊക്കെ ഇതുണ്ടാവാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ സുലഭമായതുകൊണ്ട് തന്നെ നമുക്കിതൊരു അത്ഭുതമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിത് കാണാനും കൊണ്ടുപോകാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അവർ കൊണ്ടുപോയിട്ട് നട്ട് വളർത്തിയവരും ഉണ്ട്. ചിലരൊക്കെ പറയും ഇതിങ്ങനെ ഉണ്ടാവുന്നില്ല, പക്ഷെ ചിലർ പറയാറുണ്ട് നല്ല നല്ല രീതിയിൽ ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിത് കുറച്ചൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴുകി നല്ല വട്ടത്തിൽ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികളൊക്കെ കരിപ്പൊരി എന്ന് വെച്ച് അവർ കഴിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.